ഹലോ നമസ്കാരം വെൽക്കം ടു Shynibindhus വേൾഡ്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വീഡിയോ ഡെയിലി എടുക്കുമല്ലോ, എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനെല്ലാം നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ അത് തന്നെ ബുദ്ധിമുട്ടായി തോന്നാൻ തുടങ്ങി. കാരണം ഞാൻ എല്ലാവരെയും ഒന്ന് അയച്ചു കൊടുത്ത് ഡിസ്റ്റർബ് ചെയ്യും പോലെ. അതിപ്പോൾ നമ്മളായാലും അങ്ങനെയല്ലല്ലോ. നമുക്കിപ്പോൾ എന്നും ഒരു വീഡിയോ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കണമെന്ന് നമ്മൾ അതെന്തോ എനിക്കായാലും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയല്ലോ മറ്റുള്ളവർ. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വരാൻ തുടങ്ങി. പിന്നെ മറ്റുള്ളവർ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ മറ്റുള്ളവർ നോക്കാതിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ അവരെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെന്ന്. അതൊരു മെയിൻ റീസണാണ്. പിന്നെ ഒന്ന്, ഈ വീഡിയോ എടുക്കാനുള്ള നല്ലൊരു മൊബൈലോ, എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോ എല്ലായിടത്തും നോക്കിയാൽ അറിയാം, ഒരു വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തതാണ് എൻ്റെ വീഡിയോസ് എല്ലാം. അതെനിക്ക് തന്നെ അറിയാം. കാരണം എൻ്റെ കയ്യിൽ അങ്ങനത്തെ മൊബൈലാണ് ഇരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലൊക്കെ എടുത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മൊബൈൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ട്രൈപാഡ് ഉണ്ടായിരുന്നു, ഒരു ലോക്കൽ ട്രൈപാഡ്. അത് പൊട്ടിപ്പോയി. അത് കാരണം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാനൊരു സ്റ്റൂളിൻ്റെ പുറത്ത് ഒരു ബുക്കൊക്കെ വെച്ച് അങ്ങനെ ചാരി വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറേ നേരമായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ അതെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാൻ ചെയ്യാതിരിക്കുന്നതിന് പ്രത്യേകിച്ച് ആരും കാരണക്കാരല്ല, ഞാൻ തന്നെയാണ്. പിന്നെ ഇത് ചെയ്തിട്ട് ഇനിയിപ്പോൾ എനിക്കങ്ങനെ എൻ്റെ വീഡിയോയ്ക്കെല്ലാം അങ്ങനെ വലിയ വ്യൂസ് ഒന്നും ഇല്ല. പിന്നെ ഇത് അയച്ചു കൊടുത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ എനിക്കിത് വെച്ച് വലിയ പണക്കാരി ആവണമെന്നൊന്നും ഞാൻ അങ്ങനെ അതിമോഹം ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ആഗ്രഹിച്ചത്. പിന്നെന്താ, അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടത് കൊണ്ടൊരു ബെനിഫിറ്റ്സ് ഉണ്ടായി. എല്ലാവർക്കും അറിയാൻ പറ്റി. കാരണം എനിക്ക് ക്രീംസ്, ലോഷൻസ്, ജെൽസൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് മറ്റുള്ളവരറിഞ്ഞു. അങ്ങനെ ഒരു ബെനിഫിറ്റ്സ് എനിക്കുണ്ട്. പിന്നെ ഇതുവരെ എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ റിലേറ്റീവ്സ് ഒന്നോ ഫ്രണ്ട്സ് ഒന്നോ നമ്മുടെ ഓൺ റിലേഷൻസ് ഒന്നോ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് എന്നൊക്കെ വിചാരിക്കുന്നവർ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല. പക്ഷെ ഒരു ബന്ധവുമില്ല, നമ്മൾ ഒന്നുമായിട്ട് അവർക്കുമായിട്ടും ഇതുവരെ ഇല്ലാതിരുന്നവരും നമ്മളെ വെറുതെ കാണുമ്പോൾ അങ്ങനെ പറയുന്നവർ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് എന്നെ അതിശയം തോന്നി, ഈശ്വര ഇവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്ന്. കാരണം നമ്മൾ ഒത്തിരി വിചാരിക്കുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല, സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ട്. ഞാൻ ഒത്തിരി ഭയങ്കര സംസാരിച്ച് ഭയങ്കര റിലേഷനാണ്, ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിച്ചവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അതിലെനിക്ക് അവരോടൊരു പരാതിയില്ല. കാരണം ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് നീ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനുള്ള എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അവരെ പറ്റി തെറ്റായിട്ട് വിചാരിക്കുന്നത് പോലും തെറ്റാണെങ്കിലും മനുഷ്യ സഹജമായ വിചാരങ്ങളൊക്കെ എനിക്കും വരും. അപ്പോൾ ഞാൻ അത് തന്നെ മാറ്റും. കാരണം ഞാൻ അങ്ങനെ പറയുന്നത് പോലും തെറ്റാണെന്ന് എനിക്ക് എൻ്റെ ഉൾ മനസ്സ് പറയും. അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റും. ആരോടും എനിക്കൊരു പരാതിയില്ല. പിന്നെ ഞാനൊരു എനിക്കിത്ര 313 എന്താ സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ അങ്ങനെ നോക്കാറ് പോലും ഇല്ല. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും നോക്കും. അപ്പോൾ അതിലൊരു 145 പേരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ആവശ്യപ്പെട്ടുള്ളൂ, റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ. മറ്റതൊക്കെ അവരവരായിട്ട് വന്ന് യൂട്യൂബ് സെർച്ചിങ്ങിലോ എങ്ങനെയൊക്കെ വന്ന് എനിക്ക് ആരെന്ന് പോലും അറിഞ്ഞുകൂടാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അവർക്കെല്ലാം എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും, എൻ്റെ ഒരു വീഡിയോയിലും കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും നന്ദി. ഇനി ഞാൻ വീഡിയോ ഇടുമെന്നും അറിയില്ല. ഇത് ഞാൻ എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇടുന്നത്. എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു യൂസ് ഉണ്ടായാൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. പിന്നെന്താ, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നവർ നമ്മളെ ഒന്നുമില്ല. നമ്മൾ വെറും വേസ്റ്റ് ആണെന്ന് പറയുന്നവരായിരിക്കും. അപ്പോൾ എവിടെയോ ഉള്ളവർ, ഞാൻ കണ്ടിട്ടില്ലാത്തവരൊക്കെ വന്ന് എന്നോട് വീഡിയോ ചെയ്യുമെന്നും കൊള്ളാമെന്നൊക്കെ പറഞ്ഞവരുണ്ട്. എനിക്ക് റീസെൻ്റായിട്ട് മെസ്സേജ് ഇട്ടവരുണ്ട്. അതൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷനാണ്. അവർക്കൊക്കെ താങ്ക്സ്. എവിടെയോ ഉള്ളവർ, വേറെ സ്റ്റേറ്റിലൊക്കെ ഉള്ളവർ വന്ന് പറഞ്ഞു നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി. പിന്നെ ഇനി ഞാൻ ആർക്കും ഷെയർ ചെയ്യില്ല. ഞാൻ ഈ വീഡിയോ ആവശ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും, അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ പോവും. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണട്ടെ, അത്ര തന്നെ. അതിൽ കൂടുതൽ ഞാൻ ആരെയും ഇനി ശല്യപ്പെടുത്തില്ല, ആർക്കും അയച്ചു കൊടുക്കില്ല. അത്രയൊക്കെയാണ്. എനിവേ, എല്ലാവർക്കും താങ്ക്സ്. പിന്നെ നമുക്ക് നേരെ വീഡിയോ ഇടുവാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് ഞാൻ പറയില്ല. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പിന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാനുള്ള പ്രധാന കാരണം നമ്മൾ ഒത്തിരി മൊബൈൽ യൂസ് ചെയ്യുന്നത്. ഞാനും ഒത്തിരി ഈ വീഡിയോ
എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്തെല്ലാം എനിക്ക് നല്ല ഇവിടെയൊക്കെ നല്ല ഡാർക്ക് സർക്കിൾസ് ആയിരുന്നു. ഇവിടെയൊക്കെ ഉണ്ട്, ഇപ്പോഴും ലൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാന കാരണമാണ്. അപ്പോൾ നമുക്കിത് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് ഈസി മെത്തേഡാണ്, ഒന്ന് അത് വന്ന് ഈ കോളേജിലും കോളേജല്ലല്ലോ ഹോസ്റ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഒന്ന് ക്രീം, അതായത് എത്ര ദിവസം മാസക്കണക്ക് വർഷക്കണക്കൊക്കെ പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന രീതിയിലും ഉണ്ടാക്കാം. അതൊക്കെ ഒരു ക്രീമി കൺസിസ്റ്റൻസി അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഹോസ്റ്റലേഴ്സിനൊക്കെ കഷ്ടമാണ്. അപ്പോൾ അത് ഞാനിവിടെ ചെയ്യുന്നില്ല. ഈസി മെത്തേഡിലാണ് ചെയ്യുന്നത്. അതും ആ വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഒത്തിരി ലെങ്തി ആയി പോവും. അത് കാരണം അപ്പം ഞാനിങ്ങനെ ഒരു ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മഴയുണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണും. സൗണ്ട് ഞാനിവിടെ സിറ്റൗട്ടിലിരുന്ന് വീഡിയോ എടുക്കുകയാണ്. യാതൊരുവിധ ലൈറ്റ്സ് ഇല്ല, ഒന്നുമില്ലാണ്ട് സിറ്റൗട്ടിൽ വന്നിരുന്ന് എടുക്കുകയാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ടാവും ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് അലോവേര ജെല്ലാണ്, കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ ടീസ്പൂണിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഒരു 1/2 ടീസ്പൂൺ, ചെറിയ എമൗണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി, 1/2 ടീസ്പൂൺ അലോവേര ജെല്ല് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് അലോവേര ജെല്ല്. നല്ല ചെറിയ ക്വാണ്ടിറ്റി ആയിപ്പോയി, അപ്പോൾ 1 ടീസ്പൂൺ എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1 ടീസ്പൂൺ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ല്. അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിലുള്ള ഈ ഫൈൻ ലൈൻസ്, ഈ വരകൾ, ഇവിടെ കണ്ണിന് വഴിയിലുള്ള വരകൾ, ഇതെല്ലാം പോകാൻ സഹായിക്കും. അതുപോലെ ഈ ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും സൺ ടേണൊക്കെ പോകാനും കൂടെ സഹായിക്കുന്ന ഒന്നാണ് അലോവേര ജെല്ല്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ റോസ് വാട്ടറാണ്. അപ്പോൾ റോസ് വാട്ടർ വന്ന് നമ്മുടെ സ്കിന്നിന് നല്ലൊരു കുളിർമ തരും. ആ കണ്ണിൻ്റെ ഹീറ്റൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് റോസ് വാട്ടർ. അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് മതി, അല്ലെങ്കിൽ നല്ലൊരു വാട്ടർ കൺസിസ്റ്റൻസി ആവും. ഒരു 6-7 തുള്ളി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6-7 തുള്ളി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈവിയോണാണ്, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ്. അപ്പോൾ അത് ഞാനൊന്ന് എടുക്കുകയാണ്. ഇത് മസ്റ്റാണ്, ഈവിയോൺ മസ്റ്റാണ്. കാരണം ഈവിയോൺ വന്ന് നമ്മുടെ സ്കിന്നിനുള്ള പിഗ്മെൻറ്റേഷനെ മാറ്റാനും ലൈറ്റൻ ചെയ്യാനും, സ്കിന്നിലുള്ള ആ ഡാർക്ക്നെസ്സിനെയൊക്കെ പോക്കി ലൈറ്റൻ ചെയ്യാനും, അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും സഹായിക്കും. അതുപോലെ നമ്മുടെ കണ്ണിനടിയിൽ ഡ്രൈ ആവുന്നത് കൂടെ ഡാർക്ക് സർക്കിൾസ് വരാൻ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ ഞാനൊരു ഈവിയോൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത്, ഇതിൻ്റെ ഇതൊക്കെ ലേബലൊക്കെ പോയി, ആൽമണ്ട് ഓയിലാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഒഴിച്ചാൽ നല്ലതാണ്. ഇത് നമ്മുടെ ഡാർക്ക് സർക്കിൾസിനെയൊക്കെ മാറ്റാൻ സഹായിച്ച് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ സഹായിക്കും. അത് കാരണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ ഈവിയോൺ തന്നെ മതിയാവും. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു 4-5 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഈ പാത്രം നിങ്ങൾ എടുക്കുന്നത് അതിൽ വേറൊരു ഈർപ്പമോ ഒന്നും ഇരിക്കാൻ പാടില്ല. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ക്രീം പുറത്ത് വെച്ച് യൂസ് ചെയ്യുമ്പം നാശമായി പോകും. അത് കാരണം അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കാണാൻ പറ്റും ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐ ക്രീം ഇവിടെ റെഡിയാണ്. ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവരൊക്കെ ഇത് പകല് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ലൈറ്റ് എടുത്ത് യൂസ് ചെയ്താൽ മതി. മെയിനായിട്ട് നിങ്ങൾ രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. കാരണം നമ്മൾ കിടക്കുന്നതിൻ്റെയും ഒരു അരമണിക്കൂറിന് മുമ്പെങ്കിലും അപ്ലൈ ചെയ്യണം. നമ്മൾ ഇട്ടിട്ട് ഉടനെ പോയി കിടന്നാൽ ഞാനൊക്കെ ഇങ്ങനെ കമന്നടിച്ച് ഉരുണ്ടടിച്ചൊക്കെ കിടന്നുറങ്ങുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ബെഡിൽ പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഒരു അരമണിക്കൂറിന് മുമ്പ് ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടോണർ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് നിങ്ങൾ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം എപ്പോഴും ഈ ഫിംഗർ വെച്ച് മാത്രമേ, ഈ മോതിര വിരലുണ്ടല്ലോ നമ്മുടെ, അത് വെച്ച് മാത്രമേ കണ്ണിൻ്റെ അടിയിൽ മസാജ് ചെയ്യുന്നതായാലും ശരി തന്നെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്താലും ശരി തന്നെ, എല്ലാം ഈ വിരൽ കൊണ്ട് മാത്രമേ ചെയ്യാവൂ. കാരണം ഇതിലാവുമ്പോൾ കറക്റ്റ് ഒരു പ്രഷർ മാത്രമേ വരൂ. കണ്ണിനടിയാവുമ്പോൾ നല്ല സെൻസിറ്റീവ് ഏരിയയാണ്. അത് കാരണം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നൈറ്റിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിടുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ ഒന്ന്
അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം അതിനുശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം ഉറങ്ങുക. ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഡ്രൈ ആവുന്നതും ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാൻ ഒരു പ്രധാന കാരണമാണ്. ഞാൻ ഇത്തിരി കൂടുതൽ അപ്ലൈ ചെയ്തെന്ന് തോന്നുന്നു, നന്നായിട്ട് കാണുന്നുണ്ട്, നന്നായിട്ടൊരു വെള്ളം പോലെ. കാരണം ഇതിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതാണല്ലോ. അത് കാരണം നിങ്ങൾ ആവശ്യത്തിന് അല്പം മതി. അല്പം ഇത് ഇത്രയും നമ്മൾ ഉണ്ടാക്കി, 1 സ്പൂൺ ഉണ്ടാക്കി. ഇത് തന്നെ ഒത്തിരി ദിവസം പോകും. കാരണം നമുക്കൊരു ചെറിയ എമൗണ്ട്, കണ്ണിനടിയിൽ ഒരു ചെറിയൊരു പിഞ്ച് അത്രയും മതി. അത്രയും എടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ക്ലോക്ക് പീസും ആൻറ്റി ക്ലോക്ക് പീസും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കിടന്നുറങ്ങാം. അപ്പോൾ ഇത്രയാണ് വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. ടാറ്റാ.